3 യാത്രക്കാർ. ഒരു മില്ലുടമയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു മരിയ എന്ന മിടുക്കി പെൺകുട്ടി. വീട്ടിലെ കഷ്ടപ്പാട് കാരണം അവൾ പഠിത്തം നിർത്തി ജോലി എടുക്കുകയായിരുന്നു. ഒരിക്കൽ മില്ലുടമയ്ക്ക് രാവിലെ എവിടെയോ പോകേണ്ട ആവശ്യം വന്നു. മില്ലുടമയ്ക്ക് ഭക്ഷണം തയ്യാറാക്കാനായി മരിയ പതിവിലും നേരത്തെ ഉണർന്നു. പുറത്ത് നല്ല ഇരുട്ടും മഞ്ഞുമാണേ. അവൾ അടുക്കളയിലെത്തി തീ കത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അടുപ്പിൽ തീ കത്തിയില്ല. ഓ, ഇങ്ങനെയാണെങ്കിൽ സമയത്തിന് ഭക്ഷണം തയ്യാറാക്കാൻ പറ്റില്ല. മരിയയ്ക്ക് പേടിയായി. അവൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നതാ പുറത്തുനിന്നൊരു ശബ്ദം. മരിയ പുറത്തേക്ക് ഇറങ്ങി നോക്കി. അവിടെ അതാ 3 യാത്രക്കാർ ഒരു കൂടാരത്തിലിരുന്ന് തീ കായുന്നു. അവൾ അവരുടെ അടുത്തെത്തി ചോദിച്ചു, ഞാൻ അല്പം തീക്കനൽ എടുത്തോട്ടെ? അവരൊന്നും പറഞ്ഞില്ല. മരിയ കുറച്ച് തീക്കനൽ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വീട്ടിലെത്തി. തീക്കനൽ അടുപ്പിൽ വീണതും തീ അണഞ്ഞുപോയി. മരിയ വീണ്ടും തീക്കനൽ കൊണ്ടുവന്ന് അടുപ്പിലിട്ടു. അതും അണഞ്ഞു. പലതവണ ശ്രമിച്ചിട്ടും ഒരു ഫലവുമില്ല. അവസാനമായി ഒരിക്കൽ കൂടി തീക്കനൽ വാങ്ങാമെന്നോർത്ത് മരിയ അവിടെ എത്തി. അവൾ വീണ്ടും യാത്രക്കാരോട് അനുവാദം ചോദിച്ചു. ഇതുകൂടി എടുത്താൽ പ്രശ്നം തീരും. യാത്രക്കാർ 3 പേരും ഒന്നിച്ച് മരിയോട് പറഞ്ഞു. ആദ്യമായി അവർ സംസാരിച്ചത് കേട്ട് മരിയ ഞെട്ടി. അവൾ തീക്കനലുമായി കുറച്ചു ദൂരം നടന്നിട്ട് തിരിഞ്ഞു നോക്കി. അവിടെ യാത്രക്കാരെ കാണാനില്ല. കൂടാരവും അപ്രത്യക്ഷമായിരിക്കുന്നു. പേടിച്ചു പോയ മരിയ തീക്കനൽ അടുപ്പിലേക്കിട്ടു. ഇത്തവണയും തീ കത്തിയില്ല. മരിയ നിരാശയോടെ മുറിയിലേക്ക് പോയി. രാവിലെ ഭക്ഷണം കിട്ടാതെ അടുക്കളയിലെത്തിയ മില്ലുടമ ഞെട്ടിപ്പോയി. അതാ അടുപ്പിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. അപ്പോഴേക്കും മരിയെ അവിടെ എത്തി. സ്വർണ്ണ നാണയങ്ങൾ കണ്ട് അമ്പരന്ന മരിയ നടന്നതെല്ലാം മില്ലുടമയോട് പറഞ്ഞു. മരിയ, നിന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി മാലാഖമാർ നൽകിയ സമ്മാനാണിത്, മില്ലുടമ പറഞ്ഞു. അയാൾ സ്വർണ്ണ നാണയം മുഴുവൻ മരിയയ്ക്ക് നൽകി. കഷ്ടപ്പാടെല്ലാം മാറിയ മരിയ ജോലി നിർത്തി വീണ്ടും പഠിക്കാൻ തുടങ്ങി.